PM ശ്രീ പദ്ധതിയുമായിട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എഗ്രിമെന്റ് അനുസരിച്ച് എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത് ഒക്ടോബർ 16-ാം തീയതിയാണ്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായും അമിത്ഷായുമായി ആഭ്യന്തരമന്ത്രിയുമായിട്ടും കണ്ടത് 10-ാം തീയതിയാണ്. 16-ാം തീയതി ഈ എഗ്രിമെന്റ് ഒപ്പിടുന്നു. 22-ാം തീയതിയാണ് മന്ത്രിസഭാ യോഗം. ആ മന്ത്രിസഭാ യോഗത്തിൽ പോലും ഇത് ഒപ്പിട്ടത് അറിയിക്കുന്നില്ല. ആലോചിച്ച് നോക്കിയേ, മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ മന്ത്രി ശ്രീ രാജൻ ഇത് ഒപ്പിടരുത് എന്ന് പറയുമ്പോഴും മിണ്ടാതിരിക്കുകയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും. അപ്പോൾ ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കൂടെയുള്ള മന്ത്രിമാരെയും ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളെയും എത്ര വലിയ കബളിപ്പിക്കലാണ് ഈ മുഖ്യമന്ത്രി നടത്തിയത്, വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് നടത്തിയത്. ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ CPIയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത്, കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ എഗ്രിമെൻ്റ് 10-ാം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് 16-ാം തീയതി തന്നെ ഇത് ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്, ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്നത്, എന്ത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം. കാരണം മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ല, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല. അക്ഷരാർത്ഥത്തിൽ CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി പോലും അറിഞ്ഞിട്ടില്ല. ആരോരും അറിയാതെ, മന്ത്രിസഭാംഗങ്ങൾ പോലും അറിയാതെ ഇത്ര രഹസ്യ സ്വഭാവത്തിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഈ PMCയിൽ ഒപ്പുവെക്കാനുള്ള അതിൻ്റെ പുറകിലുള്ള ദുരൂഹതയാണ് ഇനി മറനീക്കി പുറത്തു വരേണ്ടത്. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പണമില്ല, ആകെ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അങ്ങനെ അല്ലല്ലോ പറയുന്നത്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പറയുന്നത് കേരളത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയില്ല എന്നാണ്. വിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത്? കിഫ്ബി മുഖേന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അന്തർദേശീയ നിലവാരത്തിൽ എത്തിയെന്ന് പറയും. അന്തർദേശീയ നിലവാരത്തിൽ എത്തിയെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ സറണ്ടർ ചെയ്തിട്ടുള്ള ഈ പണം എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർ തന്നെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ്. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഘടകകക്ഷി നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാം പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയാണ്. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നില്ല, ആശയവിനിമയം പോലും നടക്കുന്നില്ല, പരസ്പര ആലോചനയില്ല. ഏകപക്ഷീയമായി മുഖ്യമന്ത്രി പറയുന്നത് അടിച്ചേൽപ്പിക്കുകയാണ്. ആ മുഖ്യമന്ത്രിയുടെ മീതെ സമ്മർദ്ദം ചെലുത്തുന്നത് സംഘപരിവാർ ശക്തികളാണ്. അതാണ് പ്രതിപക്ഷം കേരളത്തിൽ ആദ്യം മുതലേ പ്രതിപക്ഷത്തിൻ്റെ ഒരു നറേറ്റീവ് ഉണ്ട്. ഞങ്ങൾ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് MR അജിത് കുമാറിനെ RSS നേതാവ് ഹൊസബളയെ കാണാൻ വിട്ടു എന്ന ആരോപണം ഉന്നയിച്ചത് ഞാൻ. രണ്ടുപേരും നിഷേധിച്ചു. ഞങ്ങളെല്ലാം UDF അത് ഏറ്റെടുത്ത് ആരോപണം ഉന്നയിച്ചു. അപ്പോൾ സമ്മതിച്ചു, കണ്ടാണെന്ന് പറഞ്ഞു. എന്തിനാ കണ്ടത്? എന്തിനാ പൂരം കലക്കിയത്? എന്തിനാണ് BJPയെ സഹായിച്ചത്? സഹായിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം തൃശ്ശൂരിലുണ്ടാക്കിയത്. അപ്പോൾ അന്നും ഇതുപോലെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ സമ്മർദ്ദമാണ് ഇതിൽ ഒപ്പുവയ്ക്കാനുള്ള സമ്മർദ്ദം. ഇതിലെ ഡേറ്റും മറ്റും കാര്യം കാണുമ്പോൾ തീർച്ചയായും ദുരൂഹതയും ഗൂഢാലോചനയുടെ പുറകിൽ നടന്നത്. സാധാരണ നമ്മൾ പറയാറുള്ളത് അൺനെസസറി ഹേസ്റ്റ് എന്നാണ്. ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അൺനാച്ചുറൽ, അസ്വാഭാവികമായ, മറ്റേത് അനാവശ്യമായ ധൃതി എന്നാണ്. സാധാരണ അഴിമതി കാണിക്കാനാണ് ആ വാക്ക് ഉപയോഗിക്കാറുള്ളത്. അൺനെസസറി ഹേസ്റ്റ്, അനാവശ്യമായ ധൃതി. ഇത് അസ്വാഭാവികമായ ധൃതിയാണ്. അത് ആർക്കും വ്യക്തമല്ല. അതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള ഒരു ഇടപാട്, സംതിങ് ഈസ് റോങ് എന്നാണ് പറഞ്ഞത്. അത് കറക്റ്റാണ്. എന്തോ ഒരു കുഴപ്പം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഈ 10-ാം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ അതല്ലേ പുറത്തു വരേണ്ടത്. എന്നിട്ട് ഞാൻ ചോദിക്കണത്, എന്തിനാണ് മന്ത്രിസഭ? ഞാൻ പറഞ്ഞത് അവർ ആ CPI മന്ത്രിമാരും ബാക്കി മന്ത്രിമാരും ഒക്കെ രാജിവെച്ച് പോവും. 16-ാം തീയതി ഒപ്പുവെച്ചിട്ട് പാവം ഒരു മന്ത്രി, CPMൻ്റെ ലീഡറായിട്ടുള്ള ആൾ മന്ത്രിസഭയിൽ നിന്ന് പറയുകയാണ് ഇത് ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുക. കാരണം ഒപ്പുവെച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. 16-ാം തീയതി ഒപ്പുവെച്ച് 22-ാം തീയതി ഒപ്പുവെച്ചിട്ട് വന്നിരിക്കുക. അപ്പോൾ ആ മന്ത്രിയെ കബളിപ്പിക്കുകയല്ലേ. CPIയുടെ 4 മന്ത്രിമാരെയും മറ്റ് മന്ത്രിസഭാ അംഗങ്ങളെയും കബളിപ്പിക്കുക. അവർക്ക് ആർക്കും അറിയില്ല. MA ബേബിക്ക് അറിയില്ല, TP രാമകൃഷ്ണൻ അറിയില്ല, ആർക്കും അറിയില്ല. അല്ല, ഞാൻ പറയുന്നത് ആ സ്റ്റാൻഡ് അല്ലല്ലോ CPM എടുത്തിരുന്നത്.
ആ സ്റ്റാൻഡല്ലല്ലോ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും CPI-യുടെയും ഒന്നും സ്റ്റാൻഡ് അതല്ലല്ലോ. സ്റ്റാൻഡ് വളരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാടിൽ ഇപ്പോൾ പെട്ടെന്ന് മലക്കം മറിയാനുള്ള കാരണം എന്താണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ 10-ാം തീയതിയിലത്തെ ഡൽഹിയിലെ കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോഴുണ്ടായ മലക്കം മറിയൽ? 6 ദിവസത്തിലെ ഒപ്പുവയ്ക്കുകയാണ്, ഒരു കൂടിയാലോചനയില്ലാതെ. നിനക്ക് മറുപടി പറയണ്ടേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയണ്ട, ബിനോയ് വിശ്വം ചോദിച്ചതിന് മറുപടി പറയണ്ടേ? അതേ എന്നേക്കാൾ രൂക്ഷമായിട്ടാണല്ലോ ഇതിനോട് പ്രതികരിച്ചത്. അത് പറയണ്ടേ? അത് പറയുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സ്വർണം കിട്ടിയല്ലോ. എവിടെ നിന്നാണ് കിട്ടിയത്? ഏത് കോടീശ്വരൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത്? 400 ഗ്രാം സ്വർണം അല്ലേ? 50 പവനാണ് 400 ഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ. 50 പവൻ സ്വർണം കിട്ടിയല്ലോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് ശരിയല്ലേ? ഏത് കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് ഇത് വിറ്റതെന്ന് ചോദിച്ചത്. അപ്പോൾ കിട്ടിയല്ലോ. ഇപ്പോൾ ഞാൻ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ് ഇല്ലേ? മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കാണിച്ചിരിക്കുന്ന വൃത്തികേടും പുറത്തു വന്നു ഇല്ലേ? അവരിതെല്ലാം മൂടി വെച്ചിട്ട് തിരുവാഭരണ കമ്മീഷനുടെ റിപ്പോർട്ടും മറികടന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വിളിക്കണം എന്ന് വാശി പിടിച്ചാളാ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതറിയുന്ന ദേവസ്വം മന്ത്രിയും. അത് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. മറുപടി കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നല്ലോ, കൃത്യമായി കാര്യങ്ങൾ പുറത്തു വന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള നിലപാട്. ഞങ്ങളുടെ നിലപാട് തുടക്കം മുതൽ അവസാനം വരെ. ഇന്നലെ ഇത് സ്വർണം കോടീശ്വരൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നവരെ കറക്റ്റല്ലേ?